റീസെൻ്റ്ലി ഇപ്പം എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ആവാറ് ഈ ഒരു ഗ്ലാസ് ജീരക വെള്ളത്തിലാണ്. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ഉപ്പുമാവാണ്. വലിയ ഇഷ്ടമുള്ളതൊന്നല്ല, നല്ല ഉപ്പുമാവ്. കൂടെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനിരുന്നു. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അവൾ കഴിക്കൊന്നുമില്ല, നമ്മൾ കൊടുക്കണമല്ലോ, ഒരു ചടങ്ങാണല്ലോ. അങ്ങനെ അവൾക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും കഴിച്ചു. പിന്നെ അതിനുശേഷം ഞാനൊരു പഴുത്ത മാങ്ങ ഇരുന്നു, അതൊരു 2 കഷ്ണം കഴിച്ചു. മക്കൾക്ക് കൊടുക്കാൻ അടുത്തത്, അപ്പോൾ കൂടെ 2 കഷ്ണം ഞാനും കഴിച്ചു. അപ്പോഴേക്കും നമുക്ക് ഉച്ചക്കലത്തുള്ള കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചാളക്കറിയാണ്. ഞങ്ങളവിടെ ചാള എന്ന് പറയും, ചില സൈഡിലൊക്കെ മത്തി. അപ്പോൾ മത്തി മുളകിട്ടതുണ്ട്. അതുപോലെ ക്യാരറ്റ് ഉപ്പേരി, പപ്പടം, അച്ചാർ. അതായിട്ട് ഒരു നോർമൽ സിമ്പിൾ ഒരു ലഞ്ച്, അടിപൊളി ലഞ്ചായിരുന്നു. ആ ഒരു മീൻകറി തന്നെ മതി നമുക്ക് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാൻ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മധുരം വേണമല്ലോ. ആ മധുരം നോക്കിയപ്പോൾ ഉണ്ടൊരു മിഠായി, ഒരു നൊസ്റ്റാൾജിക് മിഠായിയാണത്. അപ്പോൾ ആ മിഠായി ഒരെണ്ണം കഴിച്ചു. അതിനുശേഷം പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു മാങ്ങ ജ്യൂസ് കഴിച്ചു. മാങ്ങക്കാലായ പിന്നെ എല്ലാ വീട്ടിലുണ്ടാവുമല്ലോ, മാങ്ങ ജ്യൂസ് ഒരു മസ്റ്റാണല്ലോ. അപ്പോൾ മാങ്ങ ജ്യൂസ് കഴിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ കഴിച്ചത് മോന് വേണ്ടി മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എഗ് മക്രോണി. അപ്പോൾ അത് കഴിച്ചു. പിന്നെ നൈറ്റ് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഉച്ചയ്ക്കുള്ള ലഞ്ച് തന്നെ.